മലയാളിക്ക് മാത്രം പ്രൗഡായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ജിത്തു സാറിനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ആറന്മുള കണ്ണാടി, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ, അതുപോലെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. അത്രയും ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ കൊറിയൻ പടങ്ങളുടെ ട്വിസ്റ്റുകളോടൊപ്പം ഒക്കെയാണ് ദൃശ്യം ആളുകൾ പ്ലേസ് ചെയ്യുന്നത്. അതിന്റെ ഒരു അളവുകോൽ അത്രയാണ്. പിന്നെയും മൂന്നാമത്തെ വട്ടം ഇതിനോടൊപ്പം ചേരുന്നു. അപ്പോൾ ഓരോ വട്ടം ചേരുമ്പോഴും എത്രമാത്രം ആ ഒരു ഭാരമുണ്ട് ഈ ഇത്രയും വലിയ ഫ്രാഞ്ചൈസിന്റെ കൂടെ, ഈ ഒരു ഇന്റർനാഷണൽ ഷെഫിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് എത്രമാത്രം പേഴ്സണലി ഫീൽ ചെയ്യുന്നു? അല്ല, എല്ലാവർക്കും പ്രതീക്ഷയുള്ള അല്ലെ എങ്ങനെയാവും എന്നുള്ള ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ചിത്രമാണ്. അതൊരു ഭാരമൊന്നുമല്ല കേട്ടോ, അതൊരു സന്തോഷമാണ്. അങ്ങനത്തെ ഒരു സിനിമയിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. പിന്നെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നുള്ളൊരു പ്രാർത്ഥനയും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഓഫ് കോഴ്സ് ഉണ്ടാവും. അല്ല, അതൊരു ഭാരമൊന്നുമല്ല, അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാം, ഞാൻ എപ്പോഴും മാമിന്റെ ഒരു ലൈഫ് ആലോചിച്ചിട്ട് വണ്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാമിന്റെ കൂടെ തുടങ്ങിയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർ പലരും ഇപ്പൊ നമ്മൾ ചില റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോഴാണ് ഇവര് പണ്ടൊരു ആക്ടർ ഉണ്ടായിരുന്നല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ മാം കണ്ടിന്യൂസ്ലി ഒരു 5 ഡെക്കേഡായിട്ട് റെലവെന്റ് ആണ് എല്ലാ കാര്യത്തിലും. എന്തെങ്കിലും ഒരു പടമായിട്ട് എല്ലാ കാലത്തും വളരെയധികം, ഇപ്പോൾ ഒരു സമയത്ത് മുത്തു ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദ്രോത്സവം ആണെങ്കിൽ, ദൃശ്യമാണെങ്കിൽ, എല്ലാ ഡെക്കേഡിലും ഒരാൾ റെലവെന്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഇതെങ്ങനെയാ സാധിക്കണേ? ഹൗ യു സ്റ്റേ റെലവെന്റ്? എന്താ പറയാ, ഇതിന് ഞാൻ എന്താ പറയാ, just thankful for my stars. Grateful, thanks for the almighty. ഇപ്പൊ എന്ത് മീഡിയം ഓഫ് എന്റർടൈൻമെന്റ് എടുത്താലും ശരി, ഇപ്പൊ റിയാലിറ്റി ഷോസ്, വെബ് സീരീസ്, റോസ്ലിൻ ഭയങ്കര വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാ ഈ അപ്ഡേഷൻ പ്രോസസ് എങ്ങനെയാ നടക്കണേ? സത്യം പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു എനിത്തിങ് ദാറ്റ് ചാലഞ്ചസ് മീ, എനിത്തിങ് ദാറ്റ് ഇൻട്രസ്റ്റ്സ് മീ. അങ്ങനെയാണ് ആദ്യം മുതൽ. സോ എന്ത് സിനിമ ചെയ്താലും, ഏത് ക്യാരക്ടർ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഐ എം ഓൾവേസ് ഇൻട്രസ്റ്റഡ്. സോ അങ്ങനെയാ ഈ റോസ്ലിനൊക്കെ ചെയ്തത്. ആൻഡ് ഓൾസോ ഈ OTT എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. ആൻഡ് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ് ഓൾസോ. സോ അങ്ങനെ anything interesting, anything challenging, I'm in for it. Great. ദൃശ്യത്തില് ക്യാരക്ടറിന്റെ പേരെന്താ? അതെങ്കിലും ഒന്ന് പറയോ? അതെങ്കിലും അറിയൂല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് അതില്. ഇൻവെസ്റ്റിഗേറ്റീവ് പേരില്ലാത്ത വെറുതെ ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു സസ്പെൻസ് ഞാനും തരണ്ടേ. ഇപ്പൊ ദൃശ്യത്തിലേക്കാണ് ഇന്നാവുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇഷു, ഇനി ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കണമല്ലോ, അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നോ? ഇച്ചിരിയൊക്കെ. എനിക്ക് തോന്നുന്നു അവിടെ ചായ കൊടുക്കാൻ വന്ന ചേട്ടൻ്റെ അടുത്ത് പോലും NDA സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ഞാൻ അഭിനയിച്ച സീൻസ് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെയാണെന്ന്. അതിന് കൂടുതൽ എങ്ങനെയാ സാർ കഥ പറഞ്ഞു തരിക? അപ്പൊ ഈ വീണയുടെ പോർഷൻസ് മാത്രമാണോ, അതോ വീണയും ഞങ്ങളെ പോലെ ചോദിച്ചിട്ടുണ്ടോ ജോർജ് കുട്ടി ലാസ്റ്റ് പിടി കൊടുക്കുമെന്ന്? ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. എന്നെ ആദ്യം വിളിച്ചപ്പോ തന്നെ ക്യാരക്ടറിന്റെ ഔട്ട്ലൈൻ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കുറെ പ്രാവശ്യം വിളിച്ചു, എന്താണ് എന്റെ ക്യാരക്ടറിന്റെ ഇലാബറേഷൻ തരും, എന്തൊക്കെയാ സീൻസ് എന്ന് പറഞ്ഞു. ജിത്തു സാർ എപ്പോഴും പറയണത്, നീ അതൊന്നും നീ കേൾക്കണ്ട, നീ അങ്ങോട്ടേക്ക് വാ, വന്നിട്ട് അവിടെ ആ സമയത്ത് ചെയ്താൽ മതി എന്ന് പറയും. ഞാൻ പിന്നെയും ഒരു ടെൻഷൻ, കാരണം ദൃശ്യം പോലത്തെ ഒരു പടമല്ല, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിച്ചേക്കും. എന്നാലും എന്താണ് ക്യാരക്ടറൈസേഷൻ, എന്താ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യണ്ട, നീ അവിടേക്ക് വന്നാൽ മതി. ഇപ്പൊ ദൃശ്യത്തിന് മൊത്തം ഫ്രാഞ്ചൈസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് റാണി. കാരണം റാണിയിലൂടെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് പോകുന്നത്, പുറത്തറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജോർജ് കുട്ടി റാണി തമ്മിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ പോലും ഇപ്പം ഈ ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലും റാണിയുടെ അടുത്ത് അത് കൺവേ ചെയ്യാത്തതൊക്കെ അദ്ദേഹമാണ്. സോ ഈ ഒരു ഡെലിക്കസി ഉണ്ടല്ലോ, അതായത് എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാൽ ഇത് ആരോട് പറയണമെന്ന് അറിയില്ല, ചിലപ്പോൾ കുറേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോവുകയും ചെയ്യും. ഈ 3 പാർട്ടിലും എന്തായിരുന്നു ജിത്തു സാർ തരുന്ന ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റാണി? ഈ റാണി എന്ന് പറയുന്നത് അവരുടെ ഒരു ലോകം വളരെ ചെറിയ ലോകം. ഇറ്റ്സ് ഓൺലി ദ ഹസ്ബൻഡ്, ചിൽഡ്രൻ, അവരുടെ വീട്, അത്ര ഒരു ചെറിയ ഒരു ലോകമാണ്. ആൻഡ് ഷീസ് ക്വൈറ്റ് ഇന്നസെന്റ് ഓൾസോ. ആൻഡ് ഓൾസോ ഫാമിലി എന്ന് പറയും വന്ന ഷീസ് വെരി
ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് about her family. ഓക്കെ സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം അറിയാതെ തന്നെ എന്തെങ്കിലും തെറ്റാതെ ചെയ്യുന്ന ഒരു ഇന്നസെന്റ് ക്യാരക്ടറാണ് റാണി. സോ അതുകൊണ്ടാണ് ജോർജ് കുട്ടി റാണിയോടൊപ്പം കൂടെ ഒന്നും പറയാതെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഐ വുഡ് സേ റാണി ഈസ് എ വെരി സ്വീറ്റ്, ഇന്നസെന്റ് ആൻഡ് ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഹർ ഫാമിലി. അതാണ് റാണിയുടെ ക്യാരക്ടർ. ആൻഡ് മാത്രമല്ല, ആലോചിച്ച് നോക്കിയാൽ സിനിമയിൽ അമ്മ എന്ന് പറയുമ്പോൾ ഗീത പ്രഭാകർ ക്യാരക്ടറും ശരി, എൻ്റെ ക്യാരക്ടറും ശരി, വി ആർ മോർ പ്രൊട്ടക്റ്റീവ് അബൌട്ട് ദ ഫാമിലി. ഈ ഫാമിലിക്ക് വേണ്ടി, മോക്ക് വേണ്ടി, മോന് വേണ്ടി അവർ എങ്ങനെ, ഹൗ ക്യാൻ ദേ പ്രൊട്ടക്ട് ദർ ഫാമിലി? അതാണ് ആക്ച്വലി they go to any length, they go to anywhere, any length to protect their family. അതാണ് ആക്ച്വലി ഒരു ഈ ഇമോഷൻസ് അണ്ടർ കറന്റ് ഉള്ള ഒരു സിനിമ, ഒരു ക്യാരക്ടറാണ്. യാ ഇപ്പോൾ ഗീത പ്രഭാകറിന്റെ കാര്യം എനിക്ക് ആലോചിച്ചിട്ട് പലപ്പോഴും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പ്രഭാകരന് ഓൾറെഡി മകൻ എന്തോ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ ആളുകളെ വേദനിപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ട്, അതിൽ ആൾ കുറച്ച് കൺവിൻസ്ഡാ. പക്ഷെ ഗീത പ്രഭാകർ ഒരു തവണ പോലും മകൻ എന്തെങ്കിലും റോങ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ കൺവിൻസ്ഡേ അല്ല. അതുകൊണ്ടാണ് അവരുടെ ക്രൂരത ഒരിക്കലും, ക്രൂരത എന്ന് വെച്ചാൽ നമ്മൾ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്ന് കാണുമ്പോഴുള്ള ക്രൂരത കേട്ടോ, ക്രൂരത ഒട്ടും കുറയാത്തത്. ഈ വട്ടമെങ്കിലും ഗീത പ്രഭാകർ മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക. ഗീത പ്രഭാകർ ഒരിക്കലും ഒരു ക്രൂരയായിട്ടുള്ള സ്ത്രീയോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും മക്കൾ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ എൻ്റെ കുട്ടി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള എല്ലാ റൈറ്റും ആ ഒരു അമ്മയ്ക്കുണ്ടല്ലോ, ഗീതാ പ്രഭാകറിനുണ്ടല്ലോ. ഗീതാ പ്രഭാകർ ഒരിക്കലും പറയുന്നില്ല അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർക്കും ഒരു ജസ്റ്റിസ് വേണ്ടേ. എവിടെയാണ് മകൻ എന്ന് അറിയാനുള്ള എല്ലാ അർഹതയും ആ അമ്മയ്ക്കില്ലേ. അല്ലാതെ തെറ്റ് ചെയ്തതുകൊണ്ട് കൊന്നുകളയോ അല്ലെങ്കിൽ കളഞ്ഞു കളയോ കാണാതെ പോട്ടെ എന്നൊന്നും ഒരമ്മയും ആഗ്രഹിക്കില്ലല്ലോ. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടോട്ടെ, പക്ഷെ എൻ്റെ മകൻ എവിടെയെന്നുള്ള അതറിയാനുള്ള ഒരു തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു അർഹതയുണ്ടല്ലോ. അതാണ് ഗീതാ പ്രഭാകറിന്റെ വേർഷൻ. ഓക്കെ, 2 ഡയലോഗുകൾ ആളുകൾ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണും, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമുള്ളതാണ്. ഒന്ന്, വെറും 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി മാത്രമല്ല അവന് എന്നുള്ളത്. 2, അവൻ കളി തുടങ്ങി എന്നുള്ളത്. 3ാം ഭാഗത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഇവരത് നിർത്തില്ല അല്ലേ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹമുള്ള ഡയലോഗ് ഉണ്ടോ? അയാളെ നമുക്ക് തോൽപ്പിക്കുക എളുപ്പമല്ല, എന്ത്? അയാളെ തോൽപ്പിക്കുക നമുക്ക് ഒരിക്കലും എളുപ്പമല്ല, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അത് പറയണ്ട. ഈ 2 ഡയലോഗ്സും പറയുമ്പോൾ അറിയായിരുന്നു ഇത് ഇത്രയും വർക്കാവും, ഇത്രയും ഇത് തിയേറ്ററിൽ ഇതൊരു ഓളമായിരിക്കും, തിയേറ്ററിലും ഹോം സ്ക്രീനിലും. ഈ 2 ഡയലോഗ് പറയുമ്പോൾ സ്പെസിഫിക്കലി എന്തായിരുന്നു ഇമോഷൻ? ദൃശ്യം 1-ല് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. ഓഫ് കോഴ്സ് കഥാപാത്രത്തിനെ കുറിച്ച് അറിയാം, പക്ഷേ ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ആൾക്കാരെ മനസ്സിലുണ്ടാവും, ഇത്രയും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ദൃശ്യം 2-ല് വരുമ്പോഴും ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ, ഓക്കെ ഇതൊരു പഞ്ചാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദ്യത്തേനും നമുക്ക് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല അതെങ്ങനെ സിനിമ എങ്ങനെ വർക്കാവും, അല്ലെങ്കിൽ എത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ജോർജ് കുട്ടിയും കുടുംബം എന്ന് പറയുന്നത് പ്രേക്ഷകർ അവരായി തന്നെ കാണുന്നൊന്നും നമുക്കറിയില്ല. സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ജനങ്ങളുടെ പൾസും അറിയാം, സിനിമയുടെ ഒരു പോക്കറിയാം. രണ്ടാമത്തെ അത് എനിക്ക് തോന്നിയിരുന്നു ചിലപ്പോൾ ആ ഒരു ഡയലോഗ് ആൾക്കാർക്ക് പഞ്ചാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നു.